ഇന്നത്തെ ക്ലാസ്സിൽ 10ാമത്തെ ചാപ്റ്ററായ ജനാധിപത്യവും തിരഞ്ഞെടുപ്പുമാണ് പറയുന്നത്. ജനാധിപത്യം ജനങ്ങൾ നേരിട്ടു ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളുടെ ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുന്ന പ്രക്രിയയാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. ജനാധിപത്യം എന്ന അർത്ഥം വരുന്ന ഡെമോക്രസി എന്ന ഇംഗ്ലീഷ് പദം ഉത്ഭവിച്ചത് ഡെമോക്രാറ്റി എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ്. ഡെമോസ് എന്ന വാക്കിനർത്ഥം ജനങ്ങൾ എന്നാണ്. ക്രാറ്റോസ് എന്ന വാക്കിനർത്ഥം ശക്തി അല്ലെങ്കിൽ അധികാരം എന്നാണ്. പിന്നെ ഡെമോക്രസി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ഹെറോഡോട്ടസ് ആണ്. ജനാധിപത്യ ഗവൺമെൻറ്റുകളെ ഇതര ഗവൺമെൻറ്റുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് അവ ഉറപ്പു നൽകുന്ന അവകാശങ്ങളാണ്. ലോകത്തെ ഭൂരിഭാഗം രാജ്യങ്ങളും സ്വീകരിച്ചിരിക്കുന്നത് ജനാധിപത്യ ഭരണക്രമമാണ്. ഒരു സർക്കാരിൻ്റെ അധികാരം ഒരു വ്യക്തിയിലോ ഒരു കൂട്ടം വ്യക്തികളിലോ നിക്ഷിപ്തമാകരുത്. ജനങ്ങളാണ് എല്ലാ രാഷ്ട്രീയ അധികാരത്തിൻ്റെയും ഉറവിടം. ജനാധിപത്യത്തെക്കുറിച്ചുള്ള മഹാന്മാരുടെ അഭിപ്രായങ്ങളാണ് അടുത്തതായിട്ട്. ജനാധിപത്യ ഭരണം ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുസൃതമായിരിക്കണമെന്ന് പറഞ്ഞത് മഹാത്മാഗാന്ധിയാണ്. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തപ്പെടുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം എന്ന് പറയുന്നത് അബ്രഹാം ലിങ്കൺ. ആഗോള ആദരവ് പിടിച്ചുപറ്റുന്ന ഏക ഭരണ സംവിധാനം ജനാധിപത്യമാണെന്ന് പറഞ്ഞ അമർത്യാസെനാണ്. ജനാധിപത്യത്തെക്കുറിച്ചുള്ള എൻ്റെ സങ്കല്പം അതിനു കീഴിൽ ഏറ്റവും ദുർബലനും ശക്തനും തുല്യവുമായ അവസരം ഉണ്ടായിരിക്കണമെന്നതാണ് എന്ന് പറഞ്ഞത് മഹാത്മാഗാന്ധിയാണ്. അടുത്തത് നെൽസൺ മണ്ടേലയെ പറ്റിയിട്ടാണ്. നെൽസൺ മണ്ടേല ജനിച്ച ഗ്രാമം ദക്ഷിണാഫ്രിക്കയിലെ ട്രാൻസ്കോയാണ്. നെൽസൺ മണ്ടേല ജനിച്ച ഗോത്രവിഭാഗം കസൂസ ഗോത്രവിഭാഗമാണ്. നെൽസൺ മണ്ടേല ജനിച്ച വർഷം 1918 ജൂലൈ 18-നാണ്. ദക്ഷിണാഫ്രിക്കയിലെ ജനാധിപത്യ വിരുദ്ധ ഭരണകൂടത്തിനെതിരെ സമരം നയിച്ച നേതാവാണ് നെൽസൺ മണ്ടേല. ദക്ഷിണാഫ്രിക്കയിലെ നീഗ്രോ വംശജരുടെ അവകാശ സംരക്ഷണത്തിനു വേണ്ടി പോരാടിയ നേതാവാണ് നെൽസൺ മണ്ടേല. ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിൻ്റെ മുൻനിര പോരാളി നെൽസൺ മണ്ടേലയാണ്. രാജ്യദ്രോഹങ്ങളും ചുമത്തി മണ്ടേല തടവിലാക്കപ്പെട്ട കാലയളവ് 26 വർഷം 7 മാസം 10 ദിവസമാണ്. മണ്ടേല ജയിൽ മോചിതനായ വർഷം 1990 ഫെബ്രുവരി 11-നാണ്. മണ്ടേല ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റായ വർഷം 1994 മെയ് 10-നാണ്. മണ്ടേല അന്തരിച്ചത് 2013 ഡിസംബർ 5-നാണ്. ജനാധിപത്യ ഗവൺമെൻറ്റിൻ്റെ മേന്മകളാണ് അടുത്തായിട്ട്. ജനാഭിലാഷം മാനിക്കുന്നു, വ്യക്തി സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നു, ഭരണാധികാരികളും ജനങ്ങളും ഒരേ നിയമത്തിന് വിധേയരാണ്, ഭരണാധികാരികൾ ജനങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു. ജനാധിപത്യ ഭരണക്രമത്തിനു വേണ്ടി നടന്ന സമരങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം, ഫ്രഞ്ച് വിപ്ലവം, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, നേപ്പാളിലെ ജനാധിപത്യ പ്രക്ഷോഭം എന്നിവയാണ്. ഒരു വ്യക്തിയോ ഒന്നിലധികം വ്യക്തികളോ സ്വന്തം ഇഷ്ടാനുസരണം നടത്തുന്ന ഭരണക്രമമാണ് ജനാധിപത്യേതര ഭരണവ്യവസ്ഥ എന്ന് പറയുന്നത്. ജനാധിപത്യേതര ഗവൺമെൻറ്റുകൾക്ക് ഉദാഹരണം ഭൂട്ടാൻ രാജാവ്, ബ്രുണായി സുൽത്താൻ, പട്ടാള ഭരണം തുടങ്ങിയവയാണ്. ജനപ്രതിനിധികൾ നടത്തുന്ന ഭരണക്രമമാണ് ജനാധിപത്യ ഗവൺമെൻറ്. ജനാധിപത്യ ഗവൺമെൻറ്റിന് ഉദാഹരണം ഇന്ത്യയാണ്. വിവിധ രാജ്യങ്ങളും ഗവൺമെൻറ്റുമാണ് അടുത്തതായിട്ട്. രാജ്യം ഭൂട്ടാൻ. ഗവൺമെൻറ്റിൻ്റെ രൂപം ഭരണഘടനാപരമായ രാജവാഴ്ച. ഇന്ത്യ ജനാധിപത്യ ഭരണമാണ്. ബ്രൂണൈ സുൽത്താൻ ഭരണമാണ്. മ്യാൻമാർ പട്ടാള ഭരണമാണ്. അടുത്തത് ജനാധിപത്യ ഗവൺമെൻറ്റും ജനാധിപത്യേതര ഗവൺമെൻറ്റുമാണ്. ജനാധിപത്യ ഗവൺമെൻറ് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളുടെ ഭരണമാണ്. ജനങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യവും അവകാശങ്ങൾ നിയമപരമായി ഉറപ്പു നൽകുന്ന ഭരണാധികാരികൾ നിയമത്തിന് വിധേയരായി പ്രവർത്തിക്കുന്നു. ജനാധിപത്യേതര ഗവൺമെൻറ് അധികാരം പരമ്പരാഗതമായി കൈമാറുകയോ പിടിച്ചെടുക്കുകയോ ചെയ്യുന്നു. ജനങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യവും അവകാശങ്ങളും പരിമിതമാണ്. ഭരണാധികാരി നിയമത്തിനു അതീതനാണ്, കാരണം അവർ തീരുമാനിക്കുന്നതാണ് നിയമം. ഇനി അടുത്തതായി തിരഞ്ഞെടുപ്പുകളും ജനാധിപത്യവുമാണ്. ഭരണപരമായ എല്ലാ തീരുമാനങ്ങളിലും എല്ലാ പൗരന്മാർക്കും നേരിട്ട് പങ്കെടുക്കാൻ കഴിയില്ല. അതിനാൽ പ്രതിനിധികളെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നു. അങ്ങനെയാണ് തിരഞ്ഞെടുപ്പുകൾക്ക് പ്രാധാന്യം ലഭിക്കുന്നത്. ദൈനംദിന തീരുമാനമെടുക്കലിലും ഗവൺമെൻറ്റിൻ്റെ നടത്തിപ്പിലും പൗരന്മാർ നേരിട്ട് പങ്കെടുക്കുന്ന ഒന്നാണ് പ്രത്യക്ഷ ജനാധിപത്യം അല്ലെങ്കിൽ പങ്കാളിത്ത ജനാധിപത്യം എന്ന് പറയുന്നത്. പ്രത്യക്ഷ ജനാധിപത്യത്തിന് ഉദാഹരണമാണ് അടുത്തത് ഗ്രീസിലെ പുരാതന നഗര രാഷ്ട്രങ്ങൾ. പ്രാദേശിക സർക്കാരുകളെ, പ്രത്യേകിച്ച് ഗ്രാമസഭകളെ പ്രത്യക്ഷ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും അടുത്ത ഉദാഹരണങ്ങളായി കണക്കാക്കാം. എന്നാൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾക്ക് ഒരു തീരുമാനം എടുക്കേണ്ടി വരുമ്പോൾ ഇത്തരത്തിൽ നേരിട്ടുള്ള ജനാധിപത്യം നടപ്പാക്കാൻ കഴിയില്ല. അതുകൊണ്ട് ജനങ്ങളുടെ ഭരണം എന്നാൽ സാധാരണയായി ജനപ്രതിനിധികളുടെ ഭരണം എന്നാണ് അർത്ഥമാക്കുന്നത്. അത്തരമൊരു ക്രമീകരണത്തിൽ പൗരന്മാർ അവരുടെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നു. അവർ രാജ്യത്തിൻ്റെ അധികാര പ്രയോഗത്തിലും ഭരണനിർവഹണത്തിലും സജീവ
ഏർപ്പെടുന്നു. ഈ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നതിന് പിന്തുടരുന്ന രീതിയെ തിരഞ്ഞെടുപ്പ് എന്ന് വിളിക്കുന്നു. തിരഞ്ഞെടുപ്പ് ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന സവിശേഷതകളിൽ ഒന്നാണ്. അതിനാൽ പ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നതിലും ഭരണം നടത്തുന്നതിലും പൗരന്മാർക്ക് പരിമിതമായ പങ്കുണ്ട്. നയങ്ങൾ രൂപീകരിക്കുന്നതിൽ അവർ വളരെ സജീവമായി ഇടപെടുന്നില്ല. പൗരന്മാർ അവരുടെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളുടെ പരോക്ഷമായി മാത്രമേ ഇടപെടുന്നുള്ളൂ. ജനാധിപത്യത്തിൻ്റെ നിലനിൽപ്പിനാവശ്യമായ ഘടകങ്ങളാണ് അടുത്തതായിട്ട് പറയുന്നത്. നിയമവാഴ്ച, അവകാശങ്ങൾ, സാമൂഹ്യ സാമ്പത്തിക സ്ഥിതി, മാധ്യമങ്ങൾ, പ്രതിപക്ഷം തുടങ്ങിയവയാണ്. എല്ലാവരും നിയമത്തിനു മുന്നിൽ തുല്യരാണ്. നിയമങ്ങൾ അനുസരിക്കാൻ എല്ലാവർക്കും ബാധ്യതയുണ്ട്. ആരും നിയമത്തിന് അതീതരല്ല എന്ന് പറയുന്നതാണ് നിയമവാഴ്ച എന്ന് പറയുന്നത്. നിയമവാഴ്ച അതിൻ്റെ പരിഷ്കൃതവും ആധുനികവുമായ രൂപത്തിൽ പരിണമിച്ചതിൻ്റെ അടിസ്ഥാനം ബ്രിട്ടീഷ് ഭരണഘടനയാണ്. വ്യക്തിയുടെയും രാജ്യത്തിൻ്റെയും പുരോഗതിക്കു വേണ്ടി രാജ്യം അനുവദിച്ചു കൊടുത്തിട്ടുള്ള സാഹചര്യങ്ങളാണ് അവകാശങ്ങൾ എന്ന് പറയുന്നത്. 14 വയസ്സ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ലഭ്യമാക്കുന്ന നിയമമാണ് വിദ്യാഭ്യാസ അവകാശ നിയമം എന്ന് പറയുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഉടമസ്ഥതയിലോ നിയന്ത്രണത്തിലോ ഉള്ള സ്ഥാപനങ്ങളിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കാൻ അനുവാദം നൽകുന്ന നിയമമാണ് വിവരാവകാശ നിയമം. സാമൂഹികവും സാമ്പത്തികവുമായ അസമത്വം കുറച്ച് എല്ലാവർക്കും തുല്യ പരിഗണന നൽകുന്നതാണ് സാമൂഹിക സാമ്പത്തിക നീതി എന്ന് പറയുന്നത്. അടുത്തത് സാമൂഹിക സാമ്പത്തിക നീതിക്ക് വിരുദ്ധമായ ആശയങ്ങൾ അടിമത്തം, സ്ത്രീവിവേചനം, തൊഴിലില്ലായ്മ, ദാരിദ്ര്യം തുടങ്ങിയവയാണ്. സമൂഹത്തിലെ സംഭവങ്ങൾ ജനങ്ങളിലെത്താൻ സഹായിക്കുന്ന ഒരു പ്രധാന ഉപാധിയാണ് മാധ്യമങ്ങൾ. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ മാധ്യമങ്ങൾ ജനാധിപത്യത്തിൻ്റെ അടിത്തറയാണ്. ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനത്തിലെ പങ്കാളികൾ തുറന്നുകാട്ടി നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ ഗവൺമെൻറ്റിനെ പ്രേരിപ്പിക്കുന്നത് പ്രതിപക്ഷമാണ്. ജനാധിപത്യം എന്നത് നിയമവ്യവസ്ഥയിൽ അധിഷ്ഠിതമാണ്. പിന്നെ ലോകത്തിൽ നിലനിൽക്കുന്ന ഭരണ സംവിധാനങ്ങളിൽ ഏറ്റവും മികച്ചത് ജനാധിപത്യ സംവിധാനമാണ്. ഓരോ പൗരനും ഭരണത്തിൽ പങ്കാളിയാകാൻ കഴിയുന്ന ഭരണ സംവിധാനമാണ് ജനാധിപത്യം. ഒരു ജനാധിപത്യ രാജ്യത്തിൻ്റെ ഭരണഘടന തിരഞ്ഞെടുപ്പിനെ കുറിച്ച് ചില അടിസ്ഥാന നിയമങ്ങൾ നൽകുന്നു. വിശദാംശങ്ങൾ സാധാരണയായി നിയമനിർമ്മാണ സഭകൾ പാസാക്കിയ നിയമങ്ങൾക്കനുസരിച്ച് തയ്യാറാക്കാൻ വിടുന്നു. ഈ അടിസ്ഥാന നിയമങ്ങൾ സാധാരണയായി പ്രതിപാദിക്കുന്നത് ഏതിലൊക്കെയെന്നാണ് അടുത്തതായിട്ട് പറയുന്നത്. ആർക്കാണ് വോട്ട് ചെയ്യാൻ അർഹത, ആർക്കാണ് മത്സരിക്കാൻ അർഹത, ആരാണ് തിരഞ്ഞെടുപ്പിന് മേൽനോട്ടം വഹിക്കേണ്ടത്, വോട്ടർമാർ എങ്ങനെയാണ് തങ്ങളുടെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത്, എങ്ങനെയാണ് വോട്ടുകൾ എണ്ണുകയും പ്രതിനിധികളെ തിരഞ്ഞെടുക്കുകയും ചെയ്യുക തുടങ്ങിയവയാണ്. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ തിരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം എന്താണെന്നാണ് അടുത്തതായിട്ട് പറയുന്നത്. ജനങ്ങളുടെ അഭിലാഷങ്ങളാണ് തിരഞ്ഞെടുപ്പ് പ്രതിഫലിപ്പിക്കുന്നത്. തിരഞ്ഞെടുപ്പിലൂടെ ജനങ്ങൾക്ക് അവർക്ക് ഇഷ്ടമുള്ള ഭരണാധികാരികളെ തിരഞ്ഞെടുക്കാം. ജനങ്ങൾക്ക് ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കാനും പ്രതികരിക്കാനും കഴിയും. ഭരണാധികാരികൾക്ക് ജനങ്ങളുടെ അഭിലാഷങ്ങൾക്കനുസൃതമായി പ്രവർത്തിക്കുന്നതിനു തിരഞ്ഞെടുപ്പ് കാരണമാകുന്നു. പിന്നെ അടുത്ത തിരഞ്ഞെടുപ്പ് രീതികളാണ് അടുത്തതായിട്ട്. പ്രത്യക്ഷ തിരഞ്ഞെടുപ്പ്, പരോക്ഷ തിരഞ്ഞെടുപ്പാണുള്ളത്. പ്രത്യക്ഷ തിരഞ്ഞെടുപ്പ് ലോക്സഭ, സംസ്ഥാന നിയമസഭ, പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങൾ തുടങ്ങിയവയാണ്. പരോക്ഷ തിരഞ്ഞെടുപ്പ് മൂന്നായിട്ട് തരംതിരിക്കുന്നു: രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, രാജ്യസഭ തുടങ്ങിയവയാണ്. ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് രീതിയാണ് അടുത്തതായിട്ട്. രാജ്യം മുഴുവൻ 543 നിയോജക മണ്ഡലങ്ങളായി തിരിച്ചിരിക്കുന്നു. ഓരോ നിയോജക മണ്ഡലവും ഒരു പ്രതിനിധിയെ തിരഞ്ഞെടുക്കുന്നു. ഇങ്ങനെ തിരഞ്ഞെടുക്കപ്പെടുന്നവ മെമ്പർ ഓഫ് പാർലമെൻറ്റ് അല്ലെങ്കിൽ MP എന്ന് വിളിക്കുന്നു. ഈ നിയോജക മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടുന്ന സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കപ്പെട്ടതായി പ്രഖ്യാപിക്കുന്നു. ജനാധിപത്യ തിരഞ്ഞെടുപ്പിൻ്റെ സവിശേഷതകളിലൊന്ന് എല്ലാ വോട്ടിനും തുല്യമൂല്യമുണ്ടെന്നതാണ്. പിന്നെ നിയമസഭ തിരഞ്ഞെടുപ്പിനായി ഓരോ സംസ്ഥാനത്തെയും നിശ്ചിത എണ്ണം അസംബ്ലി മണ്ഡലങ്ങളായി വിഭജിക്കുകയും ഓരോ അസംബ്ലി നിയോജക മണ്ഡലത്തിലെയും തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധിയെ നിയമസഭാംഗം അല്ലെങ്കിൽ MLA എന്ന് വിളിക്കുകയും ചെയ്യുന്നു. അടുത്തത് ജനങ്ങൾ അവരുടെ പ്രതിനിധികളെ നേരിട്ട് തിരഞ്ഞെടുക്കുന്ന രീതിയാണ് പ്രത്യക്ഷ തിരഞ്ഞെടുപ്പ് രീതി എന്ന് പറഞ്ഞ് ജനങ്ങളുടെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ തിരഞ്ഞെടുപ്പ് രീതിയാണ് പരോക്ഷ തിരഞ്ഞെടുപ്പ് രീതി എന്ന് പറയുന്നത്. തിരഞ്ഞെടുപ്പ് ഘട്ടങ്ങളാണ് അടുത്തായിട്ട്. തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ നിയമിക്കൽ, തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം, നിയമനിർദ്ദേശക പത്രിക സമർപ്പിക്കൽ, പത്രിക സൂക്ഷ്മ പരിശോധന, നാമനിർദ്ദേശക പത്രിക പിൻവലിക്കൽ, തിരഞ്ഞെടുപ്പ് പ്രചാരണം, വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും തുടങ്ങിയവയാണ്. പിന്നെ അടുത്ത തിരഞ്ഞെടുപ്പ് പ്രചാരണം. സ്ഥാനാർത്ഥികൾ തിരഞ്ഞെടുക്കപ്പെട്ടാൽ ജനങ്ങൾക്കായി എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന നയങ്ങളുടെയും വാഗ്ദാനങ്ങളുടെയും പ്രചരണം നടത്തുന്നു. പ്രചാരണത്തിൽ ജനങ്ങൾക്ക് തീരുമാനിക്കാൻ കഴിയും ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളത്. അന്തിമ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുന്നതിനും വോട്ട് എടുപ്പ് അവസാനിക്കുന്നതിനും ഇടയിലുള്ള 2 ആഴ്ച
രണ്ടാഴ്ച കാലത്തേക്കാണ് നമ്മുടെ രാജ്യത്ത് തിരഞ്ഞെടുപ്പ് പ്രചാരണം നടക്കുന്നത്. പിന്നെ അടുത്തതായിട്ട് ശ്യാം ശരൺ നെഗിയാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടറാണ് ഇദ്ദേഹം. 1952 സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ തിരഞ്ഞെടുപ്പ് നടന്നത്. എന്നാൽ സമുദ്രനിരപ്പിൽ നിന്ന് 2759 മീറ്റർ ഉയരത്തിൽ തുടർച്ചയായി മഞ്ഞ് വീഴുന്ന കിണറിൽ 6 മാസം മുമ്പ് തിരഞ്ഞെടുപ്പ് നടത്താൻ സർക്കാർ തീരുമാനിച്ചു. അങ്ങനെ നെഗി ആദ്യമായി വോട്ട് രേഖപ്പെടുത്തുകയും അത് ചരിത്രത്തിൻ്റെ ഭാഗമായി മാറുകയും ചെയ്തു. ശ്യാം ശരൺ നെഗി ആദ്യ വോട്ട് രേഖപ്പെടുത്തിയത് 1951 ഒക്ടോബർ 25-നാണ്. 2014 ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ അംബാസഡർ എന്ന് പറയുന്നത് ഇദ്ദേഹമാണ്, ശ്യാം ശരൺ നെഗി. സ്വാതന്ത്ര്യം കിട്ടിയതിൻ്റെ ആവേശമായിരുന്നു അന്നെല്ലാം ഞങ്ങൾക്ക് അതിരില്ലാതെ ആനന്ദവും അഭിമാനവുമായിരുന്നു. വോട്ട് ചെയ്ത് ഇറങ്ങിയപ്പോൾ എന്ന് പറഞ്ഞ ശ്യാം ശരൺ നെഗിയാണ്. വോട്ട് ചെയ്യാതിരിക്കരുത്, രാജ്യത്തോട് നമുക്ക് നിർവഹിക്കാനുള്ള കർത്തവ്യമാണിത് എന്ന് പറഞ്ഞത് ശ്യാം ശരൺ നെഗിയാണ്. തിരഞ്ഞെടുപ്പ് പ്രചാരണ കാലഘട്ടത്തിൽ സ്ഥാനാർത്ഥികൾ വോട്ടർമാരെ കാണുന്നു, അതുപോലെ രാഷ്ട്രീയ നേതാക്കളെ കാണുന്നു. അവർ തങ്ങൾക്ക് അനുകൂലമായ ജനങ്ങളുടെ മണ്ഡലങ്ങളിൽ പോകുന്നു. പിന്നെ രാഷ്ട്രീയ പാർട്ടികൾ സ്ഥാനാർത്ഥികളെ മികച്ച ഭൂരിപക്ഷത്തിൽ ജയിപ്പിക്കുന്നതിനായി മീറ്റിങ്ങുകളും ജാഥകളും നടത്തുന്നു. പിന്നെ അടുത്തതായിട്ട് കേവല ഭൂരിപക്ഷ വ്യവസ്ഥയാണ്, ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് സിസ്റ്റം. ലോക്സഭ, സംസ്ഥാന നിയമസഭകൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പുകളിൽ പിന്തുടരുന്ന രീതിയാണ് കേവല ഭൂരിപക്ഷ വ്യവസ്ഥ രീതി എന്ന് പറയുന്നത്. കേവല ഭൂരിപക്ഷ വ്യവസ്ഥയനുസരിച്ചുള്ള തിരഞ്ഞെടുപ്പ് രീതിയാണ് അടുത്തതായിട്ട്. രാജ്യം വിവിധ നിയോജക മണ്ഡലങ്ങളായി തിരിച്ചിരിക്കുന്നു. ഒരു നിയോജക മണ്ഡലത്തിൽ നിന്ന് ഒരു പ്രതിനിധിയെ തിരഞ്ഞെടുക്കുന്നു. എത്ര സ്ഥാനാർത്ഥികൾക്ക് വേണമെങ്കിലും മത്സരിക്കാം. ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടുന്ന സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കുന്നു തുടങ്ങിയവയാണ് ലോകത്തിലെ ഭൂരിഭാഗം ജനാധിപത്യ രാജ്യങ്ങളും പിന്തുടരുന്ന തിരഞ്ഞെടുപ്പ് രീതിയാണ് കേവല ഭൂരിപക്ഷ വ്യവസ്ഥ എന്ന് പറയുന്നത്. തിരഞ്ഞെടുപ്പ് ക്യാമ്പയിനുകളാണ് അടുത്തതായിട്ട്. 1971 ലോക്സഭാ തിരഞ്ഞെടുപ്പ്. കോൺഗ്രസ് പാർട്ടി, ഇന്ദിരാഗാന്ധി. മുദ്രാവാക്യം ഗരീബി ഹട്ടാവോ എന്നാണ്. 1977 ലോക്സഭാ തിരഞ്ഞെടുപ്പ്. ജനതാ പാർട്ടി ജനാധിപത്യം സംരക്ഷിക്കുക എന്നതാണ്. 1977 പശ്ചിമബംഗാൾ നിയമസഭാ തിരഞ്ഞെടുപ്പ്. ഇടതുമുന്നണി ലാൻഡ് ടു ദ ടില്ലർ. പിന്നെ 1983 ആന്ധ്രാപ്രദേശ് അസംബ്ലി തിരഞ്ഞെടുപ്പ്. തെലുങ്കു ദേശം പാർട്ടി, NT രാമറാവു. തെലുങ്കുകാരുടെ ആത്മാഭിമാനം സംരക്ഷിക്കുക എന്നതാണ് മുദ്രാവാക്യം. അനുപാതിക പ്രാതിനിധ്യമാണ് അടുത്തതായിട്ട്. ഇസ്രായേലിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പ് രീതിയാണ് അനുപാതിക ജനാധിപത്യം എന്ന് പറയുന്നത്. ഇസ്രായേലിൽ വോട്ടുകൾ എണ്ണിയാൽ ഓരോ പാർട്ടിക്കും പാർലമെൻറ്റിലെ സീറ്റുകളുടെ വിഹിതം അതിൻ്റെ വോട്ടുകളുടെ അനുപാതത്തിൽ അനുവദിക്കും. തിരഞ്ഞെടുപ്പിന് മുമ്പ് പ്രഖ്യാപിച്ച മുൻഗണനാ പട്ടികയിൽ നിന്ന് നിരവധി സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുത്ത് ഓരോ പാർട്ടിയും അതിൻ്റെ ക്വാട്ടയിലെ സീറ്റുകൾ നിറയ്ക്കുന്നു. ഈ തിരഞ്ഞെടുപ്പ് സംവിധാനത്തെ അനുപാതിക പ്രാതിനിധ്യ സംവിധാനം എന്ന് വിളിക്കുന്നു. ഈ സമ്പ്രദായത്തിൽ ഒരു പാർട്ടിക്ക് അതിൻ്റെ വോട്ടുകളുടെ അനുപാതത്തിന് തുല്യമായ സീറ്റുകൾ ലഭിക്കും. അനുപാതിക പ്രാതിനിധ്യ സംവിധാനത്തിൽ വോട്ടർമാർ സ്ഥാനാർത്ഥിക്കല്ല ഒരു പാർട്ടിക്കാണ് മുൻഗണന നൽകുന്നത്. ആനുപാതിക പ്രാതിനിധ്യ സംവിധാനത്തിലെ 2 രീതികളാണ് അടുത്തതായിട്ട് പറയുന്നത്. രാജ്യം മുഴുവൻ ഒരു നിയോജക മണ്ഡലമായി കണക്കാക്കുകയും ദേശീയ തിരഞ്ഞെടുപ്പിലെ വോട്ടുകളുടെ വിഹിതം അനുസരിച്ച് ഓരോ പാർട്ടിക്കും സീറ്റുകൾ അനുവദിക്കുകയും ചെയ്യുന്നു. ഉദാഹരണം ഇസ്രായേൽ, നെതർലാൻഡ്. രാജ്യം നിരവധി മൾട്ടി മെമ്പർ നിയോജക മണ്ഡലങ്ങളായി വിഭജിക്കുന്നു. ഓരോ പാർട്ടിയും ആ നിയോജക മണ്ഡലത്തിൽ നിന്ന് എത്ര പേരെ തിരഞ്ഞെടുക്കണം എന്നതിനെ ആശ്രയിച്ച് ഓരോ നിയോജക മണ്ഡലത്തിലേക്കും സ്ഥാനാർത്ഥികളുടെ പട്ടിക തയ്യാറാക്കുന്നു. ഉദാഹരണം അർജന്റീന, പോർച്ചുഗൽ. പിന്നെ ഈ 2 രീതികളിലും വോട്ടർമാർ തങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുന്നത് സ്ഥാനാർത്ഥികൾക്കല്ല, മറിച്ച് പാർട്ടികൾക്കാണ്. ഒരു പാർട്ടിക്ക് രേഖപ്പെടുത്തിയ വോട്ടുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും മണ്ഡലങ്ങളിലെ സീറ്റ് വിതരണം നിശ്ചയിക്കുന്നത്. ഇന്ത്യയിൽ അനുപാതിക സമ്പ്രദായം പരിമിതമായ തോതിൽ പരോക്ഷ തിരഞ്ഞെടുപ്പുകളിൽ സ്വീകരിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ മൂന്നാമത്തേതും ആനുപാതിക പ്രാതിനിധ്യത്തിലെ സങ്കീർണവും വ്യത്യസ്തവുമായ തിരഞ്ഞെടുപ്പ് രീതി. ഭരണഘടന നിർദ്ദേശിക്കുന്നത് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, രാജ്യസഭ, വിധാൻ പരിഷത്തുകൾ എന്നിവയിലേക്കുള്ള തിരഞ്ഞെടുപ്പിനായാണ്.